മാർക്കറ്റിൽ ഒരു വലിയ മൊമെൻറ്റം സംഭവിക്കുന്നു. ഒരുപക്ഷെ ബൈ സൈഡ് ആയിരിക്കാം, അല്ലാതെ സെൽ സൈഡ് ആയിരിക്കാം. ഫോമോ കാരണം റാൻഡം ഏരിയാസിൽ നമ്മൾ ട്രേഡിൽ എൻ്റർ ആവുന്നു, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നു, വീണ്ടും ട്രേഡിൽ എൻ്റർ ആവുന്നു, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നു. മാർക്കറ്റ് സെയിം ഡയറക്ഷനിൽ മൊമെൻറ്റം തന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ദെൻ ഐ ഹാവ് എ സൊല്യൂഷൻ. ഈ കണ്ട ട്രേഡുകളിൽ 90% അപ്പോൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ട്രേഡുകളാണ്. അതും ലൈവ് സ്ട്രീമിൽ, നമ്മുടെ ലൈവ് മാർക്കറ്റിൽ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ളതാണ്. സോ ഇതിൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിലൂടെ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ എഫക്റ്റീവ്ലി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എന്തുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ റീറ്റെയിലേഴ്സ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുമ്പോൾ ഫെയിൽ ആവുന്നത്, എൻട്രി എക്സിറ്റ് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം, അതുപോലെ തന്നെ ഹിഡനായി കിടക്കുന്ന ഈ പറഞ്ഞ റെസിസ്റ്റൻസ് സപ്പോർട്ട് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോയുടെ അവസാനം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് റീറ്റെയിലേഴ്സിനെ എങ്ങനെ ട്രാപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു 3 സൈക്കോളജിക്കൽ പോയിന്റും ഞാൻ പറയുന്നതായിരിക്കും. സോ വീഡിയോ അവസാനം വരെ കാണുക. ഹലോ എവരിവൺ, മൈ നെയിം ഈസ് അപ്നാസ്. സോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ലേണിംഗ് വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിബനാച്ചി റിട്രേസ്മെന്റ് ടൂൾ എന്ന് പറഞ്ഞ ഒരു ടൂളിനെ പറ്റിയാണ്. സോ ബേസിക്കലി ഒന്നും അറിയാത്ത ബിഗിനേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ ടൂളാണെന്ന് പറയുന്നത്. ട്രേഡിങ് ചെയ്യുന്ന എല്ലാവരും ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഈ പറഞ്ഞ ഫസ്റ്റ് ടൈമിലൊക്കെ യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. എന്നാൽ പ്രൊഫഷണലി ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾ പോലും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ പറഞ്ഞ ഫിബനാച്ചി റിട്രേസ്മെന്റ് ടൂൾ എന്ന് പറഞ്ഞത്. അതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ആ ഒരു ടൂള് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ടൂൾ ആയതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് എൻഡ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം ഇൻബിൽഡ് ചെയ്തേക്കുന്നത് ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആണ്. സോ അദ്ദേഹത്തിന്റെ നെയിം ഓൾസോ ഫിബനാച്ചി ആണ്. അതുകൊണ്ടാണ് ആ ഒരു ടൂൾ ഈ ഒരു നെയിം വന്നിരിക്കുന്നത്. സോ നമ്മളിവിടെ ഈ പറഞ്ഞ പ്രീവിയസ് മാർക്കറ്റിൽ ഈ ഒരു ടൂള് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൂള് എല്ലാ മാർക്കറ്റിലും ഈ പറഞ്ഞ പോലെ എന്താണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ ആവട്ടെ, അതല്ല നമുക്ക് ഈ പറഞ്ഞ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലുള്ള സ്റ്റോക്കുകളാവട്ടെ, അതല്ല ഫോറക്സ് ഈ പറഞ്ഞ സ്റ്റോക്കുകളാവട്ടെ, ഏത് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപോലെ കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ്. എല്ലാത്തിലും പെർഫെക്റ്റ്ലി ഈ പറഞ്ഞ ഒരു വിന്നിങ് റേഷ്യോ നമുക്ക് കാണിക്കുന്നുണ്ട് ഈ ഒരു ടൂള്. സോ നമുക്ക് ഈ പറഞ്ഞ എന്താണ് ഇന്ന മാർക്കറ്റിലെ പറ്റൂ, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ ഇതിന് റിസൾട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. 100% മാർക്കറ്റിൽ ഈ ഒരു സിസ്റ്റം സ്ട്രാറ്റജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി എന്താണ് ഫിബനാച്ചി റിട്രേസ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഏതെങ്കിലും ഒരു ബ്രോക്കറെ ചാർട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമതൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. മൂന്നാമത് ഒരു ഓപ്ഷൻ, ഈ ഒരു ഓപ്ഷൻ. സോ ആ ഒരു ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യും. ആ ഒരു ഓപ്ഷന്റെ അകത്താണ് ഈ ഒരു ടൂൾ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റിലൊരു ഫിബ് റീട്രേസ്മെന്റ് എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഫിബ് ചാനൽ, ഫിബ് ടൈം സോൺ, ബേസ്ഡ് അങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ആകെ വേണ്ടത് ഈ പറഞ്ഞ ഫിബ് റീട്രേസ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടൂള് മാത്രമാണ്. സോ നമ്മൾ ഇന്ന് ആ ഒരു ടൂളിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി ഈ ഒരു ടൂള് നമുക്ക് ഏത് മാർക്കറ്റിൽ, ഏത് ടൈം ഫ്രെയിമിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. സോ ബേസിക്കലി ടൈം ഫ്രെയിം ട്രേഡിങ്ങിന്റെ അകത്ത് നമ്മൾ ഏത് ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നു ആ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി ഇന്ന ടൈം ഫ്രെയിം ഒന്നുമില്ല. ഈ ഒരു കാര്യം, ഈ ഒരു ടൂളിൽ പലരും പല ഈ പറഞ്ഞ സ്റ്റാർട്ടേഴ്സും ഫെയിൽ ആവുന്നതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ ഒരു ടൂള് റോങ്ലി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഫസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എപ്പോഴും മൊമെന്റം തരുന്ന സമയത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എപ്പോഴും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടൂള് യൂസ് ചെയ്യാന്നുള്ളതാണ്. അതൊരു പക്ഷെ ഈ പറഞ്ഞ ബൈയിങ് മൊമെന്റം തരുമ്പോഴാവാം, അതല്ലാന്നുണ്ടെങ്കിൽ സെല്ലിംഗ് മൊമെന്റം തരുമ്പോഴാവാം, ഈ പറഞ്ഞ ബൈയിങ് ട്രെൻഡിലാവുമ്പോഴാവാം, അതല്ല സെല്ലിംഗ് ഈ പറഞ്ഞ ബിയറിഷ് ട്രെൻഡിലാവുമ്പോഴാവാം. സോ ട്രെൻഡിങ് മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു ടൂള് എന്ത് ചെയ്യുക, ഉപയോഗിക്കാന്നുള്ളതാണ് ഫസ്റ്റത്തെ കേസ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും സൈഡ് വേസ് മാർക്കറ്റിൽ ഈ ഒരു ടൂള് യൂസ് ചെയ്യരുത്. ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. സോ ഏത് സ്ട്രാറ്റജി, ഏത് ഇൻഡിക്കേറ്റേഴ്സ്, എന്ത് തന്നെ തിയറീസ് സൈഡ് വേസ് മാർക്കറ്റിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിംഗ് ഒഴികെ വേറെ ഒന്നിലും നമുക്ക് പ്രോഫിറ്റബിലിറ്റി കിട്ടില്ല. സോ സിംപ്ലി ഈ ഒരു ടൂള് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാന്ന് പറയാം. നമ്മളൊരു സ്ട്രക്ചർ മാർക്കറ്റിൽ കാണുകയാണ്, ഹയർ ഹൈ, അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ബൈയിങ് മൊമെന്റം കാണുകയാണ്. നമ്മളൊരു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബൈയിങ് മൊമെന്റം കാണുകയാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ മൊമെന്റം തരികയാണ്. സോ ഒരു റേഞ്ച് എത്തിയപ്പോഴും, ഒരു പ്രൈസ് റേഞ്ച് എത്തിയപ്പോഴും മാർക്കറ്റ്
ബൈയിങ് നല്ല രീതിയിൽ വീക്ക് ആവുന്നത് കാണാം. അവിടുന്ന് മാർക്കറ്റ് ചെറുതായി റിവേഴ്സലാവാൻ തുടങ്ങും. ഒരു പക്ഷെ ഇത് റെസിസ്റ്റൻസ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു സൈക്കോളജിക്കൽ നമ്പർ ആവാം. എന്ത് തന്നെ ആവട്ടെ, ഒരു റേഞ്ച് എത്തിയപ്പോഴും മാർക്കറ്റ് ചെറിയ രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, നമുക്ക് റിവേഴ്സൽ ആവാൻ തുടങ്ങി. സോ ഇങ്ങനെയുള്ള സിനാരിയോസിൽ നമ്മുടെ എൻട്രി നമുക്ക് ഈ ഒരു റാലിയിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാണ്, മൊമെന്റം തന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു റാലി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ പറഞ്ഞ ഫിബനാച്ചി റിട്രേസ്മെന്റ് ടൂൾ. സോ ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എന്താവാണ്, റിവേഴ്സൽ ആവാണ്. സോ ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എന്താവാണ്, റിവേഴ്സൽ ആവാണ്. സോ നമുക്ക് ഇവിടെ എൻട്രി പോയിന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എവിടെ കിട്ടും എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് സേഫ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റൂ. ഒരു പക്ഷെ നമ്മളൊരു സ്റ്റാർട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റെഡ് ക്യാൻഡിൽ കണ്ട് അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ കാണും, ഈ ഒരു റേഞ്ചിലൊക്കെ അൺവാണ്ടഡ് എൻട്രി എടുക്കും. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരും. സോ ഇതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ കേസ് ഈ പറഞ്ഞ സ്റ്റാർട്ടേഴ്സിന് ഈ ഒരു മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ലോസ് സംഭവിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ടൂൾ, അതിന് പകരം നമ്മൾ റാൻഡം ബേസിൽ ട്രേഡ് ചെയ്യാതെ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് എവിടെ നിന്നാണോ ആ ഒരു മൊമെന്റം തുടങ്ങിയിട്ടുള്ളത് അവിടെ നിന്നും നമ്മൾ ഈ ഒരു ടൂള് മൊമെന്റം ആണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് എവിടെ നിന്നാണോ മാർക്കറ്റ് റിവേഴ്സ് ആവാൻ തുടങ്ങി ആ ഒരു പോയിന്റ് വരെ നമ്മൾ എന്താക്കും, ഈ ഒരു ടൂൾ ഇങ്ങനെ വരക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഈ പറഞ്ഞ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. 0, അതുപോലെ തന്നെ 0.236, 0.382, 0.5, 0.618, 0.786 എന്നൊക്കെ പറയും. സോ ബേസിക്കലി ഈ ഒരു സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൈസ് മൊമെന്റം ഇവിടുന്ന് നടന്നു കഴിഞ്ഞ് ആ ഒരു പ്രൈസ് മൊമെന്റത്തിന്റെ എത്ര പെർസെന്റേജ് മാർക്കറ്റ് റീട്രേസ്മെന്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു സൂചികയാണ് ഈ പറയുന്ന നമ്പേഴ്സ്. ഓക്കെ, ഇത്ര കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ ഒരു റേഞ്ചിന്റെ അകത്ത് കോമൺ ആയിട്ട് എല്ലാവരും നോക്കി കാണുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിബനാച്ചിയുടെ ഗോൾഡൻ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 0.5 മുതൽ 0.6 വരെയാണ്. സോ ഈ പറഞ്ഞ ട്രേഡ് ചെയ്യുന്ന എല്ലാവരും, എല്ലാ തിയറീസിൽ വിശ്വസിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് മാർക്കറ്റ് അഗെയിൻ റിവേഴ്സ് ആയി ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് മാർക്കറ്റ് എന്താകുന്നത് ഇവിടെ ഈ പറഞ്ഞ തിയറി വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു തിയറി നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തായിട്ട് ആ ഒരു റേഞ്ചിൽ നിന്ന്, അതായത് റിജക്ഷൻ എടുത്ത് നമുക്കൊരു പ്രോപ്പർ കൺഫർമേഷൻ, നമുക്ക് കാൻഡിൽ സ്റ്റിക്ക് യൂസ് ചെയ്യാം കൺഫർമേഷന് വേണ്ടി, അതല്ലാണ്ട് വോളി യൂസ് ചെയ്യാം, അതല്ലാണ്ടെങ്കിൽ ഈ പറഞ്ഞ EMS നമുക്ക് എന്തുവാണെന്നുണ്ടെങ്കിൽ കൺഫർമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ നമ്മൾ നമ്മുടെ എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യുക. ആ ഒരു റേഞ്ചിന്റെ, അതായത് ഈ പറഞ്ഞ 0.6 എന്നുള്ള ആ ഒരു റേഞ്ചിന്റെ തൊട്ട് താഴെ നമ്മൾ എന്ത് വെക്കുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. സോ ഇതാണ് ബേസിക്കലി ഈ പറഞ്ഞ ഈ ഫിബനാച്ചി റീട്രേസ്മെന്റ് ടൂളിൽ നമുക്ക് ബേസ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് ആണ്. ബൈ സൈഡിലോട്ടായി, അതുപോലെ തന്നെ സെൽ സൈഡിലോട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ലൈവ് ട്രേഡിംഗ് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരും. സോ സെല്ലിംഗ് സൈഡിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു റേഞ്ചിൽ നിന്നും എന്ത് ചെയ്യുന്നു, നല്ല മൊമെന്റം മാർക്കറ്റ് തരുന്നു. സോ ഒരു ടൈം ആയപ്പോഴും മാർക്കറ്റ് ചെറുതായിട്ട് റിവേഴ്സ് ആവാൻ തുടങ്ങി. സോ നമ്മൾ ഈ ഒരു എൻട്രി ഈ ഒരു റേഞ്ചിൽ നിന്ന് മിസ്സായി നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോപ്പർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ നമ്മൾ വെയിറ്റ് ചെയ്യും. ഈ ഒരു ടൂള് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടൂള് വെച്ച് നമ്മൾ ലെവൽസുകൾ അടയാളപ്പെടുത്തും. ആ ഒരു താഴോട്ടാകുമ്പോൾ നമ്മൾ താഴോട്ടാണ് സ്ക്രോൾ ചെയ്യേണ്ടത്. നേരത്തെ അപ്പുമറ്റത്തിൽ നമ്മൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്തു, മുകളിലോട്ട് ഈ ഒരു സാധനം വരച്ചു. സോ എവിടെ നിന്നാണോ ഈ ഒരു റാലി സ്റ്റാർട്ട് ആയിട്ടുള്ളത്, എവിടെ നിന്നാണോ ഈ ഒരു റാലി ഈ പറഞ്ഞ എന്താണ് റിവേഴ്സിൽ തന്നു തുടങ്ങിയത്, അതുവരെ നമ്മൾ വരക്കുക. ഈ പറഞ്ഞ ഗോൾഡൻ സോണുകൾ, ഈ പറഞ്ഞ ഗോൾഡൻ സോണുകൾ 0.6 മുതൽ 0.5 എന്നുള്ള ആ ഒരു സോണുകൾ ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സോണുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. സോ ഈ ഒരു റേഞ്ചിലൊക്കെ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗെയിൻ ഒരു സെൽ എൻട്രി നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഹയർ ഹൈയിൽ നിന്നും ലോവർ ലോയിൽ നിന്നും ലോവർ ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അഗെയിൻ ഒരു ലോവർ ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു.
സോ ഇതാണ് ബേസിക്കലി ഈ പറഞ്ഞ ഫിബനാച്ചിയുടെ ആ ഒരു തിയറി എന്ന് പറയുന്നത്. സോ ഇതിന്റെ പുറകിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് മൊമെന്റം ആ ഒരു സൈക്കോളജി കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത് എന്നുള്ളത്. മോസ്റ്റ് ഓഫ് ദ കേസ് ഒരു റെസിസ്റ്റൻസ് ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാണ്. സോ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു. ഈ ഒരു റേഞ്ചിലൊക്കെ ഒരുപാട് റീറ്റെയിലേഴ്സ് മാർക്കറ്റിൽ എന്താണ് അവൈലബിൾ ആണ്. സോ പലർക്കും ഈ ഒരു റാലി മാർക്കറ്റിൽ മിസ് ആയിട്ടുണ്ടാവും ഫസ്റ്റ് കേസ്. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റിൽ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും പുറത്തു വെക്കുക. മാർക്കറ്റിൽ ബയ്യേഴ്സ് ഈക്വൽ ടു സെല്ലേഴ്സ് ആണ്. ബയ്യേഴ്സ് ഈക്വൽ ടു സെല്ലേഴ്സ്. സോ വേറൊരാളുടെ പ്രോഫിറ്റ് ആണ് ഈ പറഞ്ഞ ബയ്യേഴ്സിന്റെ നഷ്ടം, അല്ലാന്നുണ്ടെങ്കിൽ സെല്ലേഴ്സിന്റെ നഷ്ടമാണ് ബയ്യേഴ്സിന്റെ ലാഭം. സോ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും ബിഗ് മണി സ്മാർട്ട് മണി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഏത് മൊമെന്റവും എന്ത് ചെയ്യുക തുടങ്ങും. സോ ഈ ഒരു പുഷ് ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സോ മാർക്കറ്റ് നല്ല രീതിയിൽ മൊമെന്റം തന്നു. ഒരു ടൈം ഓഫ് പീരീഡ് ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഓൾസോ എന്തുണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. ആ ഒരു റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ ബൾക്ക് എമൗണ്ടുകൾ നിക്ഷേപിച്ച് സെൽ ചെയ്യാനായിട്ട് നിൽക്കുന്നവർ. സോ അങ്ങനെ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും ഇവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ഈ ഒരു റേഞ്ചിൽ നിന്ന് മൊമെന്റം സ്റ്റാർട്ട് ആക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പ്രോഫിറ്റ്സ് ചെയ്തു തുടങ്ങും. സോ ഈ ഒരു റേഞ്ച് വരെ, ഈ ഒരു 50% വരെ ഈ പറഞ്ഞ ഫിബനാച്ചിയുടെ ആ ഒരു ഗോൾഡൻ സോൺ വരെ വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള റീറ്റെയിൽ ബയ്യേഴ്സ് എന്ത് ചെയ്യും, ആ ഒരു പ്രൈസിനെ ഫുൾ ചെയ്യും അഗൈൻ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ബൈ ചെയ്തിട്ടുള്ളവരുടെ അവരുടെ പൊസിഷൻസ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ പൊസിഷൻസ് ഈ ഒരു റേഞ്ചിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടും. സോ ബേസിക്കലി ബാക്കിയുള്ളവർ ഈ ഒരു പ്രൈസിനെ മൂവ്മെന്റ് ചെയ്യിപ്പിക്കും. സോ ഇതാണ് ബേസിക്കലി നടക്കുന്ന കേസ്. അതുപോലെ തന്നെ ഇതിന്റെ പിറകിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് കണ്ടിന്യൂസ് മാർക്കറ്റ് വലിയ ക്യാൻഡിൽസ് ഉണ്ടാക്കി മാർക്കറ്റ് താഴോട്ട് വരികയാണെന്ന് വിചാരിച്ചു. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു റെസിസ്റ്റൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളി നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഈ ഫിബനാച്ചി ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വരക്കാൻ പറ്റും. സോ ഫിബനാച്ചി നമ്മൾ എടുക്കുക, ആ ഒരു മൊമെന്റം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യുക. അതുപോലെ തന്നെ ആ മൊമെന്റം ഏത് റേഞ്ച് വരെയാണോ വന്നിട്ടുള്ളത് അതുവരെ നമ്മൾ ക്യാപ്ചർ ചെയ്യുക. അതിന്റെ ഗോൾഡൻ സോണുകൾ മാർക്ക് ചെയ്യുക. അത് മോസ്റ്റ്ലി ഈ പറഞ്ഞ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ മാർക്കറ്റ് താഴെ നിന്ന് മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് റെസിസ്റ്റൻസ് ആണ്. സോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഇതിന്റെ ലൈവ് എക്സാമ്പിൾസ് നമ്മൾ ലൈവ് മാർക്കറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നിഫ്റ്റിയുടെ ചാർട്ടാണ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത് കഴിഞ്ഞ ദിവസത്തെ ചാർട്ടാണ്. നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെല്ലിംഗിൽ ഒരു മൊമെന്റം വന്നിട്ടുണ്ട്. ആ ഒരു മൊമെന്റം റിവേഴ്സ് ആവുന്ന റേഞ്ച്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു റേഞ്ചിൽ നിന്നാണ് സെല്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. സോ മാർക്കറ്റ് മൊമെന്റം എപ്പോഴാണോ റിവേഴ്സ് ആവുന്നത് അതിന്റെ ലോ വരെ നമ്മൾ ആ ഒരു ഈ പറഞ്ഞ ഫിബനാച്ചി നമ്മൾ ഡ്രോ ചെയ്യുക. അത് കഴിഞ്ഞ് എപ്പോഴാണോ 0.6 0.5 എന്നുള്ള സോണിലോട്ട് വരുന്നത് ആ ഒരു റേഞ്ചിൽ നമ്മൾ സെല്ല് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു തിയറി പറയുന്നത്. സോ ലൈവ് മാർക്കറ്റിൽ ഓൾസോ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്, ആ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് വരുന്നു, മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നു, അഗൈൻ മാർക്കറ്റ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതൊരു സെല്ലിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ട് ആയതുകൊണ്ട് ഒരുപാട് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു ബൈയിങ് മൊമെന്റത്തിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് മാർക്കറ്റ് ഈ റേഞ്ചിൽ എന്തായിരുന്നു, ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ബൈയിങ് മൊമെന്റ് എടുത്തു. അതിനുശേഷം മാർക്കറ്റ് ആ ഒരു റേഞ്ചിലോട്ട് തിരിച്ച് ടാപ്പ് ചെയ്തപ്പോൾ, ആ ഒരു 0.5 0.6 എന്നുള്ള റേഞ്ചിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തപ്പോൾ അഗൈൻ ഹയർ ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അഗൈൻ ഹയർ ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകും. സോ സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൂള് ഈ പറഞ്ഞ നിഫ്റ്റിയുടെ അകത്ത് കഴിഞ്ഞ 1-2 ദിവസത്തെ മാർക്കറ്റിലാണ് നമ്മൾ ഈ ഒരു ലൈവ് എക്സാമ്പിൾസ് കാര്യങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
നിഫ്റ്റിയുടെ അകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓൾസോ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ബൈങ്ങിൽ അഗൈൻ നമുക്ക് കാണുന്നുണ്ട്. മാർക്കറ്റ് റിവേഴ്സ് ആവുന്ന ആ ഒരു റിജക്ഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിൽ. സോ അതിനുശേഷം മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോൾഡൻ സോണിൽ മാർക്കറ്റ് ടാപ്പ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് അഗൈൻ ഒരു ന്യൂ ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. സോ ഇതിൽ നമ്മൾ എൻട്രി നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത് മനസ്സിലായി. എക്സിറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് 3 തരത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഒന്നുകിൽ പ്രീവിയസ് ഈ പറഞ്ഞ റെസിസ്റ്റൻസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ റെസിസ്റ്റൻസ് ഉണ്ട്. സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ റെസിസ്റ്റൻസ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിങ്ങിന്റെ റെസിസ്റ്റൻസ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ കണക്കാക്കിയിട്ട് നമുക്ക് പോവാം. 1:3 മിനിമം നമ്മളൊരു ട്രേഡിൽ എന്ത് ചെയ്യണം, ക്യാപ്ചർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ലോങ് ടൈമിലോട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, സർവൈവ് ചെയ്യാൻ പറ്റൂ. സോ ഇതാണ് ഫിബൊനാച്ചിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ഈ ഒരു ടൂൾ യൂസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ റീറ്റെയിലേഴ്സ് ഈ പറഞ്ഞ രീതിയിൽ ഫെയിൽ ആവുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇത്രയും സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വരുന്ന 100% വ്യക്തികൾക്കും ഈ ഒരൊറ്റ ടൂൾ ഉപയോഗിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂലേ? സിമ്പിൾ ലോജിക് അല്ല. സോ മാർക്കറ്റ് ഒരിക്കലും ഈ പറഞ്ഞ രീതിയിൽ ഈസി മണി ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യില്ല. മാർക്കറ്റ് നല്ല രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യും. സോ ഈ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂള് നമ്മൾ പെർഫെക്റ്റ്ലി യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസിൽ നമ്മൾ ട്രാപ്പ് ആവും. സോ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പൊട്ടൻഷ്യലി നമുക്ക് ഈ പറഞ്ഞ ഫിബൊനാച്ചി എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന 5 സിനാരിയോസ് ഏതൊക്കെയാണ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യും. അതിനു മുമ്പ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ കാണിക്കുക, എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ ചെയ്യത്തുള്ളൂ. ഈ ഒരു ടൂൾസിൻ്റെ ലൈവായിട്ടുള്ള ഈ പറഞ്ഞ ട്രേഡിംഗ് സൈക്കോളജി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാനലിൽ എല്ലാ ദിവസവും ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യാറുണ്ട്. സോ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രീവിയസ്ലി എടുത്ത ട്രേഡുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സോ എനിവേ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഈ ഒരു ഫിബൊനാച്ചിയുടെ മുകളിൽ നമുക്ക് ഒരു വീഡിയോ കൂടെ വേണം. അല്ലാണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ പറഞ്ഞ കേസിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.